ദുൽഖർ സൽമാൻ ഒറ്റ ആൾ കാരണമാണ് ഞാൻ ഇങ്ങനെ ഈ സിനിമ കാണേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ OTT വരുമ്പോൾ എനിക്ക് ഓടിച്ചോടിച്ച് കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ തിയേറ്ററിലിരുന്ന് കണ്ടു തീർക്കേണ്ടി വന്നു. സിനിമയുടെ പേര് 45 എന്നാണ്, 45. നമ്മുടെ രാജ്ബി ഷെട്ടി, ശിവരാജ് കുമാർ, ഉപേന്ദ്ര തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. സിനിമയെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ 1-2 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ മോനെ, നമ്മൾ പണ്ട് ഏഷ്യാനെറ്റിലൊക്കെ സ്കിറ്റുകളൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. കോമഡി അല്ലാത്ത കോമഡികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, എങ്ങും എത്താതെ പോകുന്ന പോലെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് എല്ലാവരും കൂടി വട്ടത്തിൽ നിന്നിട്ട് നമുക്കൊരു ഉപദേശം തരുന്നു, ഇതാണ് ഈ സ്കിറ്റിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അവസ്ഥ. എൻ്റെ 2025 അവസാനിച്ചത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ പോസ്റ്റർ ഉൾപ്പെടുത്തി റിലീസായിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടാണ്. ആഘോഷ രാവല്ലേ, അപ്പോൾ അതിൽ ചേരുന്ന സിനിമയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയി കണ്ടത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. എനിക്ക് ആഘോഷം മിച്ചമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട്, അത് പുറത്തിറങ്ങി ആഘോഷിക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോന്നു. 1-ാം തീയതി ആദ്യം കയറി കാണുന്ന സിനിമ ഇതാണ്. മാസ് ഗോഡ് ശിവരാജ് കുമാർ, റിയൽ ആക്ടർ ഉപേന്ദ്ര, പിന്നെ രാജ്ബി ഷെട്ടി. അർജുൻ ജന്യ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ മ്യൂസിക് പകർന്നിട്ടുള്ള സിനിമയാണിത്. ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊന്നും തോന്നിയില്ല. ശിവരാജ് കുമാറിൻ്റെ ഇൻട്രൊഡക്ഷൻ പരിപാടി എടുത്തു വച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ആ സമയത്ത് എഡിറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ഒരു മ്യൂസിക് പരിപാടിയൊക്കെ ആണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു, ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഗരുഡ പുരാണം ബേസ് ചെയ്തിട്ട് കുറച്ച് VFX കാണിക്കുന്നുണ്ട്. അത് സിനിമയിൽ ഉടനീളമുണ്ട്. മനുഷ്യൻ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഗരുഡ പുരാണം, അതിൻ്റെ VFX പരിപാടികളൊക്കെ രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒന്നും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഉപേന്ദ്ര വരുന്നു, ഉപേന്ദ്ര മറ്റേ കാളക്കൂറ്റൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ള വലിയ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നുണ്ട്. വൻ മോഡിഫിക്കേഷനൊക്കെയാണ് ഇവർ ഇത് ചെയ്യുമ്പോൾ. ഒരുപക്ഷെ ഉള്ളിൽ വിചാരിച്ചിട്ടുണ്ടാവുക നമ്മുടെ മാഡ് മാക്സ് ഫ്യൂരി റോഡ് പോലത്തെ ഒരു സാധനമൊക്കെ ആയിരിക്കും എന്നാണ്. ഏകദേശം അതേ ടോണിലാണ് എല്ലാ പരിപാടിയും ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. പുള്ളിക്കൊരു നായയുണ്ട്, റോസി. ആ നായയ്ക്ക് പുള്ളി ഭക്ഷണം കൊടുക്കുന്നത്, നായക്ക് കൊടുക്കുന്ന പ്ലേറ്റിൽ പുള്ളി പാലാദ്യം ഒഴിക്കും, എന്നിട്ട് പുള്ളി നക്കി കുടിക്കും, എന്നിട്ട് പട്ടിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ അത്രയും സ്നേഹം പട്ടിയോടുള്ള ഒരു നല്ല കഥാപാത്രമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. രാജ്ബി ഷെട്ടിയും ഞാൻ മലയാളം ഡബ്ബാണ് കണ്ടത്. ആ ഡബ്ബും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പ്രപഞ്ച പരാജയമായിട്ടാണ് ഫീൽ ചെയ്തത്. ഉപേന്ദ്രയ്ക്കൊരു കാലൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഈ ചെരുപ്പിൽ വരെ തലയോട്ടി, കുഞ്ഞു തലയോട്ടികൾ, പുള്ളിയുടെ നെഞ്ചത്ത് ഒരു വലിയ കാളയുടെ രൂപം, പുള്ളി ഇരിക്കുന്നിടത്ത് നിൽക്കുന്നിടത്തും ഒക്കെ കാളക്കൊമ്പും പരിപാടിയൊക്കെ വെച്ചുകൊണ്ട് റെഫറൻസുകളൊക്കെ കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പട്ടി VFX ആയിട്ട് വരുന്ന കുറേ സീനുകളുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഇവർ പല കാര്യങ്ങളും ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ മനസ്സിലാവും, വെട്ടി ഒട്ടിച്ച് വെച്ചതുപോലെ. അതുപോലെ ഈ രാജ്ബി ഷെട്ടി താമസിക്കുന്ന ആ ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ട്. നമ്മളത് മറ്റേ കരളിൻ്റെ ആ സമയത്തൊക്കെ വിഷ്വലൊക്കെ കണ്ടിട്ടുള്ള അതേ സെറ്റാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇതിലെ എല്ലാ സ്ഥലങ്ങളും അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ വിഷ്വലി അങ്ങനെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഡബ്ബിങ്ങിലാണ് മെയിൻ ഒരു പ്രശ്നം തോന്നിയത്. പിന്നെ കഥയിലൊന്നും സംഭവിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ അതിഭീകരമായ 2 കാര്യങ്ങളാണുള്ളത്. ഒരു ചേസ് സീനും പിന്നെ ഒരു ഫൈറ്റ് സീനും. ആ ചേസ് സീനൊക്കെ ഭയങ്കര രസമാണ്. ഒരാളെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചുറ്റുമുള്ള സകലരെയും കൊന്നൊടുക്കിയിട്ട് ഒരാളെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നന്മ പ്രവർത്തി പോലെയൊക്കെ കാണിക്കുക. പക്ഷേ അതിന് വേണ്ടിയിട്ട് എത്ര പേരെയാണ് ഇവർ കൊന്നൊടുക്കണേന്ന് അറിയാം. അതും ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഈ പറയുന്ന VFX കയറിട്ട് വലിക്കൽ പരിപാടികളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അവസാനത്തെ ഫൈറ്റ് സീക്വൻസ് അവർ ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. എൻ്റെ മനസ്സിലൊരു സിമിലർ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു പുരാണ ഇതിഹാസ പരിപാടിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പരിപാടിയാണ്. അത് തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ ലോക ചാപ്റ്റർ 2 ചാത്തൻ വരുന്ന സമയത്ത് അവർക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു രീതിയിലൊക്കെയാണ് അതിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. പിന്നെ പോസിറ്റീവായി ഫീൽ ചെയ്തൊരു കാര്യം, ഒരു ജ്ഞാനോദയം സീക്വൻസ് ഉണ്ട്. അത് നല്ലതായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് എടുക്കാനുള്ളത് ശിവരാജ് കുമാർ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻട്രൊഡക്ഷന് ശേഷമുള്ള കുറച്ച് ഡയലോഗുകളിലും കാര്യങ്ങളിലൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ തന്നെ റെഫറൻസുകളൊക്കെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. മ്യൂസിക്കിലാണെങ്കിലും ഈ ഫൈറ്റ് സീക്വൻസുകൾ, അതായത് ശിവരാജ് കുമാർ ഉള്ള സീക്വൻസുകളിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. വിഷ്വലും ഈ പറയുന്ന ഒരു അടുക്കി പെറുക്കി വെച്ചുണ്ടാക്കിയതുപോലത്തെ ഒരു സെറ്റിടൽ പരിപാടിയുണ്ട്. എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പെർഫോമൻസിലും എനിക്ക് അങ്ങനെ ഒരു ഓളം കിട്ടിയിട്ടില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം, പക്ഷേ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. എന്തത് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോ? അതുമില്ല. ആ ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ നീണ്ട് നിരന്ന് പോവാണ്. രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു IT ജീവനക്കാരനാണ്. പുള്ളി ഒരു സ്വപ്നം കണ്ടിട്ടാണ് എണീക്കുന്നത്. ബൈക്ക് പോണ വഴിക്ക് ഒരു പട്ടിയെ ഇടിച്ചിടുന്നു, പട്ടി ചത്തു പോകുന്നു. അതിനെ നോക്കി പുള്ളി ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോഴേക്കും ഒരു ലോറി വന്ന് പുള്ളി അടിക്കുന്നു, പുള്ളി മരിച്ചു പോകുന്നു. ഈ സ്വപ്നം കണ്ട് എണീക്കുന്ന രാജ്ബി ഷെട്ടിയുടെ ജീവിതത്തിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളും എന്താണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ളത് നമുക്ക് വിവരിച്ച് തരിക എന്നുള്ളതാണ് ഈ സിനിമ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ
അവിടെ എവിടെയൊക്കെ ആയിട്ട് ചില്ലറ പരിപാടികളൊക്കെ എനിക്ക് നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആസ് എ ഓൾ മൂവി നമ്മൾ ഒരാൾക്കിത് സജസ്റ്റ് ചെയ്യുമ്പോൾ എത്ര പേരിത് അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വലിയ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എണ്ണിപ്പെറുക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ പേര് ആദ്യം പറഞ്ഞെങ്കിലും ദുൽഖർ ഡിസ്ട്രിബ്യൂഷൻ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ടോബി തിയേറ്ററിൽ കാണുന്നത്. സൂ ഫ്രം സൂ അങ്ങനെയൊക്കെയുള്ള കുറേ ഗംഭീര സിനിമകൾ വേഫെയർ ഫിലിംസ് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഫെമിനിച്ചി ഫാത്തിമ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമ ഞാൻ വേഫെയർ ഫിലിംസ് കണ്ടതുകൊണ്ടും രാജ്ബി ഷെട്ടി ഉള്ളതുകൊണ്ടും മാത്രം പോയി കണ്ടതാണ്. എനിക്ക് നിരാശയാണ് ഫലം. ഉപേന്ദ്രയുടെ തൊട്ടുമുമ്പ് വന്നിട്ടുള്ള പടത്തിലും ഏതാണ്ട് ഇതുപോലത്തെ കുറേ പരിപാടികളൊക്കെ അവർ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വേറെയും ചില സിനിമകളൊക്കെ റിലീസ് ആവുന്നുണ്ട്, ഇന്ന് നാളെയൊക്കെ ആയിട്ട്. ആ സിനിമകളുടെ വീഡിയോസും ഉടനെ തന്നെ നമുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.